അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ അത് റെഗുലറായിട്ട് ചെയ്യരുത്. എന്നാലും സോഫ്റ്റ് ആയിട്ട് കിടക്കും. ചൂട് നമ്മൾ തലയിൽ കൂടുതലായിട്ട് കൊടുക്കരുത്. കളയണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്ത്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കുറച്ച് മുടി വളരാനുള്ള ടിപ്സാണ്. നമുക്കുള്ള മുടി കൊഴിഞ്ഞു പോകാതെ എങ്ങനെ സംരക്ഷിക്കാം, ഇത് നിങ്ങൾക്ക് മുടി വളരുന്നത് കൂട്ടണമെങ്കിൽ, ഹെയർ ഗ്രോത്ത് കൂടുതലുണ്ടാവണമെങ്കിൽ അതിന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഈ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. നമുക്ക് മുടി നല്ല രീതിയിൽ വളരണമെങ്കിലും നമുക്കുള്ള മുടി പൊട്ടിപ്പോവാതെ നോക്കണമെന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ നന്നായിട്ട് മുടിയിൽ എണ്ണ തേക്കുക എന്നുള്ളതാണ്. ഒത്തിരി എണ്ണ കോരിയൊഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിലർ അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. നമുക്ക് 1-2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ടീസ്പൂൺ എണ്ണ മാത്രം മതി. നമ്മുടെ മുടിയുടെ ലെങ്തിനനുസരിച്ചിട്ട് സ്കാൽപ്പിലോട്ട് ഫോക്കസ് ചെയ്ത് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരു 3 ദിവസം അല്ലെങ്കിൽ 2 ദിവസമെങ്കിലും മിനിമം നിങ്ങൾ ചെയ്യണം. ഇങ്ങനെ ചെയ്തിട്ട് അപ്പം തന്നെ നിങ്ങൾക്കത് ഒരു മണിക്കൂർ വച്ചിരുന്നിട്ട് നിങ്ങൾക്കത് വാഷ് ചെയ്യാവുന്നതാണ്. ഷാമ്പൂവും കണ്ടീഷണറും യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യണം, അതുപോലെ തന്നെ മുടിയിലും അപ്ലൈ ചെയ്യണം. കാര്യം ഇവിടെയും നല്ല രീതിയിൽ ഡ്രൈനെസ് ഉണ്ടാവും. അത് മാറാനായിട്ട് ഇവിടെയും എണ്ണ തേച്ചിട്ട് നമ്മൾ ചീക്കി കൊടുത്ത് ജടയൊക്കെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഹെയർ മാനേജ് ചെയ്യാൻ പറ്റും. ഡ്രൈനെസ് എല്ലാം മാറ്റാനായിട്ട് പറ്റും. സോ നല്ല രീതിയിൽ സ്കാൽപ്പിലെല്ലാം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് മുടിയിൽ കൂടെ എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് ആഴ്ചയിൽ 2 തവണ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. പറ്റുന്നുണ്ടെങ്കിൽ 3 തവണ ചെയ്യാം. പിന്നെ നമ്മളിത് ഷാമ്പു യൂസ് ചെയ്ത് വാഷ് ചെയ്യുന്നത് കൊണ്ട് 2 തവണ ചെയ്താലും ഓക്കെ ആണ്. കാര്യം എപ്പോഴും ഷാമ്പു നമ്മൾ യൂസ് ചെയ്യണ്ടല്ലോ, നല്ല ഷാമ്പു വേണം യൂസ് ചെയ്യാനായിട്ട്. അതാണ് നമ്മുടെ രണ്ടാമത്തെ ടിപ്പ്. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഷാമ്പു ഒത്തിരി ഫ്രാഗ്രൻസ് ഉള്ള ഹൈ കോൺസെൻട്രേഷൻ, അതായത് നല്ല മണമുള്ള ഷാമ്പു ഒന്നും യൂസ് ചെയ്യരുത്. അത് നമ്മുടെ സ്കിന്നിനൊന്നും അത്ര നല്ലതല്ല. ചിലർക്ക് അത് തലവേദന വരെ ഉണ്ടാക്കും. എനിക്കൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് തലവേദന വരെ വരും. സോ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സാധാരണ ഷാമ്പു യൂസ് ചെയ്യേണ്ടി വന്നാൽ കുഴപ്പമില്ല. പക്ഷെ റെഗുലറായിട്ട് അങ്ങനെ ഒരു ലോക്കൽ ഷാമ്പു അല്ലെങ്കിൽ കുറേ സൾഫേറ്റും പാരബിനും ഉള്ള ഷാമ്പു നിങ്ങൾ യൂസ് ചെയ്യരുത്. നല്ല ഒരു മൈൽഡായിട്ടുള്ള ജെൻറ്റിലായിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്യുക. ഞാൻ ബേബി ഷാമ്പു യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് മെട്രിക്സിൻ്റെ ഒരു ഷാമ്പു ആണ്. ഇത് പ്രൊമോഷൻ ഒന്നുമല്ല. അതുപോലെ തന്നെ ഒരു കണ്ടീഷണറും, നല്ല ഒരു കണ്ടീഷണറും യൂസ് ചെയ്യുക. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ടിപ്പ്. ഷാമ്പു കണ്ടീഷണർ നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യുക. അത് ഏറ്റവും നല്ല ക്വാളിറ്റിയിലുള്ളത്, നമുക്ക് ഹെയറിന് ഡാമേജ് ഉണ്ടാക്കാത്ത നല്ല പ്രോഡക്റ്റ് യൂസ് ചെയ്യാം. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഷാമ്പു ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടീഷണറും അപ്ലൈ ചെയ്യണം. അല്ലാതെ ഷാമ്പു മാത്രം ചെയ്തിട്ട് അങ്ങനെ നിർത്തരുത്. എപ്പോഴെങ്കിലും ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അത് റെഗുലറായിട്ട് ചെയ്യരുത്. അതായത് എപ്പോഴെങ്കിലും നമുക്ക് പോയി തീർന്നു പോയി ഒരു തവണയൊക്കെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഓവറായിട്ട് ഒന്നിനും സ്ട്രെസ് ആവുകയും വേണ്ട. പക്ഷേ മാക്സിമം അതൊരു റുട്ടീനാക്കി മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ മുടിയിൽ എണ്ണ തേച്ചിട്ടുണ്ടെങ്കിൽ ഷാമ്പു യൂസ് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്യുക. കുറേ എണ്ണ തേച്ചിട്ടുണ്ടെങ്കിൽ ഷാമ്പു യൂസ് ചെയ്ത് വാഷ് ചെയ്യുക. എന്നിട്ടൊരു കണ്ടീഷണറും കൂടെ വെച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അറിയാമല്ലോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ചെയ്യുക. മുടിയിൽ എണ്ണ തേച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഫോളോ ചെയ്യുക. നല്ല കണ്ടീഷണർ വേണം യൂസ് ചെയ്യാൻ. അത് നമുക്ക് നല്ല ക്വാണ്ടിറ്റിയിൽ കണ്ടീഷണർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിൽ അത് കോയിൻ സൈസ് ഒന്നും പോരാ, കുറച്ച് കൂടുതൽ എടുക്കണം. എന്നാലേ ഫുള്ളായിട്ട് നന്നായിട്ട് നറിഷ് ചെയ്യുള്ളൂ. കുറച്ച് നേരം വച്ചിരുന്നിട്ട് വാഷ് ചെയ്യാം. അത് കഴുകി കളഞ്ഞാൽ മതി. അപ്പോഴേക്കും മുടി നല്ല സോഫ്റ്റ് ആവും, നല്ല രീതിയിൽ നറിഷ് ആവും. നമ്മൾ ഷാമ്പൂ ചെയ്തതിൻ്റെ ഒരു ഡ്രൈനെസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അത് ഒരുമാതിരി വരണ്ട് മുടി പൊട്ടുന്ന മാതിരി ഭയങ്കര സെൻസിറ്റീവായിട്ടിരിക്കും. അത് ഫുള്ളായിട്ട് മാറി നന്നായിട്ട് നല്ലൊരു എണ്ണമയം ഉള്ളതുപോലെയും, അത്ര എണ്ണമയമല്ല എന്നാലും സോഫ്റ്റ് ആയിട്ട് കിടക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യുന്നത്. അടുത്തായിട്ട് എനിക്ക് പറഞ്ഞു തരാനുള്ളത്, നിങ്ങൾ നല്ല രീതിയിൽ മുടിക്ക് മസാജ് കൊടുക്കുക. എല്ലാ ദിവസവും ചെയ്യണം. രാവിലെയും വൈകുന്നേരവും പറ്റുമെന്നുണ്ടെങ്കിൽ രാവിലെയും വൈകുന്നേരവും നല്ല രീതിയിൽ മുടിക്ക് മസാജ് കൊടുക്കണം. മുടിക്കല്ലാട്ടോ, തലയ്ക്ക് നന്നായിട്ട് മസാജ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കിത് കുളിക്കുന്നതിന് മുന്നേ ചെയ്യാം. എല്ലാ ദിവസവും കുളിക്കുമല്ലോ, അപ്പോൾ കുളിക്കുന്നതിന് മുന്നേ ചെയ്യാം. കുളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, രാത്രിയൊക്കെ നമുക്ക് ഉറപ്പായിട്ടും ചെയ്യാവുന്നതാണ്. കിടക്കുന്നതിന് തൊട്ട് മുന്നേ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഉറക്കം കൂടുന്നതിന് ഹെൽപ്പ് ചെയ്യും. സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മുടി നല്ലോണം വളരും. മുടി കൊഴിച്ചിലും തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഇത് നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വേറെ ഒന്നും നിങ്ങൾ ചെയ്തില്ലെങ്കിലും ഈ ഒരു ഹെഡ് മസാജ് ഉണ്ടല്ലോ, തലയിൽ മസാജ് ചെയ്യുക, അത് എല്ലാ ദിവസവും ചെയ്യണം. ഈ വിരൽ വെച്ച് മാത്രം മസാജ് ചെയ്താൽ മതി. അതിന് വേറെ ഒന്നും വേണ്ട. രാവിലെ മസാജ് ചെയ്യുക, വൈകുന്നേരം മസാജ് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ ചുമ്മാ ഇരിക്കുകയാണ് വീട്ടിൽ
ഉച്ചയ്ക്ക് ഉണ്ടെങ്കിൽ ഉച്ചയ്ക്ക് മസാജ് ചെയ്ത് കൊടുക്കുക, കുഴപ്പമില്ല. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ഇത്രയും സമയം മാത്രം മസാജ് ചെയ്താൽ മതി. അത് അടിപൊളിയാണ്. പറ്റുന്നുണ്ടെങ്കിൽ തല ഇങ്ങനെ കുനിച്ചിട്ടിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കൂ. അത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യും. അതോടൊപ്പം മുടി നന്നായിട്ട് തിക്കായിട്ട് വളരും. സോ ഇത് നിങ്ങൾ പറ്റുന്ന എല്ലാ തവണയും ചെയ്ത് കൊടുക്കുക. ഡെയിലി 3 നേരം അല്ലെങ്കിൽ 2 നേരം വെച്ചെങ്കിലും ചെയ്യാം. ഇത് പറ്റത്തില്ല, മറന്നു പോകുന്നുള്ളവർക്ക് നിങ്ങൾക്ക് എപ്പോഴൊക്കെ ഓർമ്മ വരുന്നോ അപ്പോഴൊക്കെ ചെയ്യാൻ സൗകര്യമുള്ളപ്പോൾ എല്ലാം ചെയ്തു കൊടുക്കുക. വളരെ നന്നായിട്ട് നമ്മുടെ മുടി വളരാനായിട്ട് സഹായിക്കും. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ മുടി ഉണക്കാനായിട്ട് മറ്റേ ഹെയർ ഡ്രയർ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യാം. പക്ഷെ തണുത്ത കാറ്റ് വരുന്ന ആ ഒരു ഇതാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലാതെ ചൂട് നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യരുത്. നമ്മുടെ മുടിയൊക്കെ പൊട്ടിപ്പോവാനും അത് കാരണമാകും, കൊഴിഞ്ഞു പോകാനും കാരണമാകും. അതുകൊണ്ടാണ് ചൂട് നമ്മൾ തലയിൽ കൂടുതലായിട്ട് കൊടുക്കരുതെന്ന് പറയുന്നത്. സാധാരണ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഹെയർ ഡ്രയർ ഉണ്ട്, ഹെയർ സ്ട്രെയിറ്റ്നർ ഉണ്ട്, പിന്നെ കേളറൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ വളരെ റെയറായിട്ട് ഒക്കേഷണലി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വർഷത്തിൽ 4-5 അല്ലെങ്കിൽ 1-2 തവണ വല്ല കല്യാണമോ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമല്ലോ സ്പെഷ്യലായിട്ട്, ആ സമയത്ത് നിങ്ങൾക്കത് യൂസ് ചെയ്യാം. അല്ലാതെ കോളേജിൽ പോകുമ്പോഴും സ്കൂളിൽ പോകുമ്പോഴും, എനിക്കറിയാം സ്കൂളിൽ പോകുന്ന കുട്ടികൾ വരെ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. സോ അത് നിങ്ങൾക്ക് വേണ്ട. കോളേജിലും ഇനിയിപ്പം ജോലിക്ക് പോകുന്നവരായാലും ഡെയിലി അത് വേണ്ട. നിങ്ങൾ നിങ്ങളുടെ നാച്ചുറൽ ആയിട്ടുള്ള മുടിയിൽ കോൺഫിഡൻ്റ് ആവാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് നമുക്ക് ഏറ്റവും നല്ലത്. കാരണം നമ്മളുടെ അടുത്തുനിന്ന് ഒരിക്കലും എടുത്തു മാറ്റാൻ പറ്റാത്ത ഒരു ക്രൗൺ ആണ് നമ്മുടെ ഹെയർ. സോ അത് ഏറ്റവും ഭംഗിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അത് നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ഡാമേജ് ആക്കാതെ നമ്മുടെ മുടിയെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ മുടിയും അതുപോലെ തന്നെ ഉണ്ടാകും. നിങ്ങൾക്ക് നല്ല നീളമുള്ള മുടിയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് മുടിക്ക് നല്ല കട്ടി ഉണ്ടാവാനും ഉള്ളുണ്ടാവാനും പിന്നെ നമുക്ക് മുടി കൊഴിയുന്നത് തടയാനുമുള്ള ടിപ്സാണ്. പക്ഷേ നിങ്ങളുടെ മുടി നീളത്തിൽ വളരണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ വിചാരിക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ ഹെയർ ഗ്രോത്ത്, അതായത് മുടി വളർച്ച കൂടും. പക്ഷേ നമ്മളെല്ലാം അടിയിൽ വെട്ടി വെട്ടി കളയുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ ഹെയർ ലെങ്ത് വെക്കത്തില്ല. സോ ഞാൻ പറയുന്നത്, നിങ്ങളൊരു 6-7 മാസം, പറ്റുന്നുണ്ടെങ്കിൽ 1 വർഷം കൂടുമ്പോൾ 1 തവണ മാത്രം നിങ്ങൾ മുടി വെട്ടിയാൽ മതി. അത് വെട്ടിക്കളയണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്ത് കൊടുത്താൽ മതി. ഏത് ഹെയർ സ്റ്റൈലാണോ നിങ്ങൾ ചെയ്യുന്നത് അതിനനുസരിച്ച് ട്രിം ചെയ്ത് മാത്രം കൊടുത്താൽ മതി. നേരത്തെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഏത് പാർലറിൽ പോയാലും അവർ കുറേ മുടിയങ്ങ് കട്ട് ചെയ്ത് കളയും. അവർക്ക് ട്രിം ചെയ്യാനൊന്നും അറിയില്ല. പക്ഷെ ഇപ്പോഴും അങ്ങനെയല്ല. ഇപ്പോൾ ഒരുവിധം എല്ലാ ബ്യൂട്ടി പാർലറിലും നമ്മൾ എത്ര സെൻറ്റിമീറ്റർ പറയുന്നോ അത്ര മാത്രമേ അവർ കട്ട് ചെയ്യുന്നുള്ളൂ. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീളത്തിൽ മുടി വളരും. സോ നീളമുള്ള മുടിയാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിങ്ങനെ റാൻഡമായിട്ട് മുടി വെട്ടി കളയുകയാണെന്നുണ്ടെങ്കിൽ അത് പറ്റൂല. ഈവൻ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ആണ് നമുക്ക് മുടി വെട്ടി തരുന്നത് ഉണ്ടെങ്കിൽ പോലും അവർക്കും പ്രൊഫഷണലായിട്ട് ഒന്നും അറിയില്ല. സോ അവരിങ്ങനെ പിടിച്ചിട്ട് കുറേ അങ്ങ് വെട്ടിക്കളയും. പിന്നെ അത് ലെവൽ ചെയ്യാനായിട്ട് വീണ്ടും വെട്ടും. അത് വേണ്ട. നിങ്ങൾ പാർലറിൽ പോയിട്ട് ഇത്ര സെൻറ്റിമീറ്റർ മാത്രം എനിക്ക് മുറിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അവർ കറക്റ്റായിട്ട് മുറിച്ച് തരും. സോ 6 മാസം കൂടുമ്പോഴോ 1 വർഷം കൂടുമ്പോഴോ നിങ്ങൾക്ക് നീളമുള്ള മുടി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇനി അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നന്നായിട്ട് ഫുഡ് കഴിക്കുക. പ്രോട്ടീനുള്ള ഫുഡ് നിങ്ങൾ കഴിക്കുക. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും കഴിക്കുന്ന മീൽസിൽ പ്രോട്ടീൻ ഉണ്ടല്ലോ എന്ന് ഉറപ്പുവരുത്തുക. എല്ലാവർക്കും അത് പോസിബിൾ ആവില്ല എന്ന് എനിക്കറിയാം. എന്നാലും എവിടെയെങ്കിലുമൊക്കെ അത് നമുക്ക് ഉണ്ടല്ലോ എന്ന് ഉറപ്പുവരുത്തി പോവുക. ഇല്ലെങ്കിൽ മുട്ടയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. മുട്ട, ചെറുപയറൊക്കെ നമുക്ക് ഈസി ആയിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കത് ബെനിഫിഷ്യൽ ആയിരിക്കും. സോ അങ്ങനെ ഈസി ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ആഡ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുക. അതൊക്കെ ചെയ്യാനുള്ള മടി കാണും. ചിക്കനൊക്കെ ആണെങ്കിൽ ചെയ്യാനുള്ള മടി ഉണ്ടാവും, പിന്നെ മേടിക്കാനുള്ള മടിയൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ മാറ്റി വെച്ചിട്ട് മുട്ടയൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റും. പിന്നെ നമുക്ക് വെജിറ്റേറിയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് കടല, പയർ പോലത്തെ ഐറ്റംസ് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ നല്ലോണം വെള്ളം കുടിക്കുക. ഒരു ദിവസം ഒരു 2-2.5 ലിറ്റർ വെള്ളം കുടിക്കുക കേട്ടോ. ഒരു 2 ലിറ്റർ എങ്കിലും മിനിമം കുടിക്കുക. അത് നമ്മുടെ മുടിക്കും അതുപോലെ നമ്മുടെ സ്കിന്നിനും ഒരു ഷൈനിങ് തരും. അതുപോലെ തന്നെ നമുക്ക് ഹെയർ ഗ്രോത്തിനും അത് ഹെൽപ്പ് ചെയ്യും. സോ ഇത്രയും നിങ്ങൾ ഫോളോ ചെയ്ത് വരാം. ഇത് നിങ്ങൾക്ക് 1 ദിവസം 2 ദിവസം അല്ല, ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ഭാഗമായിട്ട് മാറ്റണം. നിങ്ങളുടെ ഒരു ജീവിത രീതിയാക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ല മുടി, നല്ല ഹെൽത്തി ആയിട്ടുള്ള മുടി തന്നെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇനിയിപ്പോൾ അതിൽ നമുക്ക് മറ്റുള്ളവരെക്കാളും കട്ടി കുറവാണോ നീളം കുറവാണോ എന്നുള്ളതൊന്നും ഇവിടെ വിഷയമല്ല. നമ്മുടെ മുടി നല്ലതാണോ, നമുക്ക് ഓക്കെ ആണോ, നമ്മൾ നന്നായിട്ട് നോക്കുന്നുണ്ടോ എന്നത് മാത്രമാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. സോ ഇത്രയും ടിപ്സ് നിങ്ങൾ ഡെയിലി ഫോളോ ചെയ്യുക. അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ നിങ്ങൾക്കും കിട്ടും.
സോ ഈ വീഡിയോയിൽ ഇത്രയാണ് ഞാൻ നിങ്ങളുമായിട്ട് പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനത് ക്ലിയർ ചെയ്ത് തരാം എനിക്കറിയാവുന്നതാണെങ്കിൽ. പിന്നെ ഈ ഹെയർ സ്റ്റൈലിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കട്ടോ. എന്തായാലും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഒത്തിരി സന്തോഷം എനിക്ക് നിങ്ങൾ എല്ലാവരും തരുന്ന സപ്പോർട്ടിന്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ, ടേക്ക് കെയർ.